നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ 328ാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവാഭരണ വിഭൂഷിതനായി ശ്രീരാമചന്ദ്രൻ അയോധ്യയിലെ രാജധാനിയിൽ സിംഹാസനത്തിൽ ഇരുന്നരുളുകയാണ്, വിരാജിക്കുകയാണ്. ശ്രീരാമ പട്ടാഭിഷേകത്തിന് വന്ന രാജാക്കന്മാർക്ക് പലർക്കും അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകണം. അതിനുള്ള യാത്ര ചോദിക്കലും യാത്ര അയപ്പുമാണ് നാം കാണാൻ പോകുന്നത്. ആദ്യം ഭാര്യാപിതാവായ ജനകൻ യാത്രയാകുകയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ശ്രീരാമൻ നന്ദിയോടെ സ്മരിക്കുന്നു. സമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിലേക്ക് പോയി രാക്ഷസ കുലത്തെ നശിപ്പിക്കാൻ സാധിച്ചത് അങ്ങയുടെ കാരുണ്യത്താലാണ് എന്ന് ശ്രീരാമൻ ജനകനോട് പറയുന്നു. ഇപ്പൊ സീതയെ കൊണ്ട് സ്വർണം, രത്നം, വസ്ത്രം, ആഭരണം ഇതെല്ലാം അദ്ദേഹത്തിന് സമ്മാനമായി നൽകിച്ചു. ജനകൻ ആനന്ദ കണ്ണീർ തൂകി ഗദ്ഗദ കണ്ഠനായി യാത്ര ചോദിച്ചു. അടുത്തത് ശ്രീരാമന്റെ സ്വന്തം മാതുലനായ അമ്മാവനായ യുധാജിത്താണ്. അദ്ദേഹത്തിനും ശ്രീരാമനെ പിരിയാൻ വലിയ ദുഃഖമായിരുന്നു. ആഭരണം, പട്ടുവസ്ത്രം എല്ലാം സമ്മാനമായി നൽകി യുധാജിത്ത് ഭരതനെയും ആലിംഗനം ചെയ്തു യാത്ര ചോദിച്ചു. അദ്ദേഹം കേകയ രാജ്യത്തേക്ക് തിരിച്ചുപോയി. കാശിയിലെ രാജാവായ പ്രകർദനനാണ് അടുത്തതായി വിട ചോദിക്കുന്നത്. ആന, കുതിര, രഥം, ആഭരണം, വസ്ത്രം ഇതെല്ലാം നൽകി മുറുക്കെ പുണർന്ന് ആലിംഗനം ചെയ്ത് അദ്ദേഹത്തിനും നന്ദിയോടെ യാത്രാമംഗളങ്ങൾ നേർന്നു. ഇങ്ങനെ ഓരോരുത്തരായി 300 രാജാക്കന്മാരെ വളരെ സമുചിതമായി സമ്മാനങ്ങളൊക്കെ നൽകി യാത്രയാക്കി. വാനരവീരന്മാരും രാക്ഷസ വീരന്മാരും പിന്നെയും ഒരു 2 മാസം ശ്രീരാമനോടൊപ്പം അവിടെ തന്നെ സുഖിച്ച് താമസിച്ചു. അങ്ങനെ ഇരിക്കെ 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ശ്രീരാമൻ സുഗ്രീവനെ വിളിച്ചു. നിനക്ക് കിഷ്കിന്ധയിലേക്ക് തിരിച്ചു പോകാൻ സമയമായി, അതിനുള്ള അനുവാദം നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ജീവൻ കളഞ്ഞും നമ്മളോടൊപ്പം പോരാടിയ എല്ലാ വാനര വീരന്മാരെയും നീ അവരുടെ രാജാവെന്നുള്ള നിലയിൽ നന്നായി സംരക്ഷിക്കണം, പരിപാലിക്കണം, അവരെ നന്നായി നോക്കണം എന്നൊക്കെ ഉപദേശങ്ങൾ നൽകി. ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ സമ്മാനമായി നൽകി. 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന്, നമ്മൾ തമ്മിലുള്ള സഖ്യം ഒരിക്കലും മറക്കരുത്. രണ്ടാമതായി പറഞ്ഞത് ധർമ്മത്തെ അടിസ്ഥാനമാക്കി മാത്രം ജീവിക്കുക. ഇങ്ങനെ 2 ഉപദേശങ്ങളാണ് സുഗ്രീവന് പിരിയാൻ നേരം ശ്രീരാമചന്ദ്രൻ നൽകുന്നത്. പിന്നെ രാവണന്റെ സഹോദരനായ ശ്രീരാമനോടൊപ്പം നിലയുറപ്പിച്ച എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിലയുറപ്പിച്ച വിഭീഷണന് അദ്ദേഹം യാത്രാനുമതി നൽകി. താങ്കൾ നമ്മൾ തമ്മിലുള്ള ബന്ധുത്വം എപ്പോഴും ഓർത്തിരിക്കണം, നിങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് എന്നാണ് അദ്ദേഹത്തോട് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ലങ്കയുടെ അധിപതിയായി കൽപ്പാന്ത കാലത്തോളം സുഖമായി വാഴുക എന്ന് പറഞ്ഞിട്ട് വിഭീഷണനെയും അനുഗ്രഹിച്ചു. അപ്പൊ ഹനുമാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഹനുമാൻ പറയുന്നു, ഭഗവാനെ, അങ്ങേ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്കാവില്ല. രാമന്റെ കഥ ഈ ലോകത്ത് നിലനിൽക്കുവോളം അത് കേൾക്കണം. അത് കേൾക്കാനായി എനിക്ക് ജീവിച്ചിരിക്കണം. അതുവരെ ഞാൻ മരിക്കരുത്, എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തൊഴുതു നിൽക്കുകയാണ് ഹനുമാൻ. ശ്രീരാമൻ ഹനുമാനെ ആലിംഗനം ചെയ്യുന്നു. എന്നിട്ട് പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ലോകങ്ങൾ ഉള്ളിടത്തോളം കാലം എൻ്റെ കീർത്തി നിലനിൽക്കും, അത്രയും കാലം നീയും ജീവിച്ചിരിക്കും. നിനക്ക് ഞാൻ ബ്രഹ്മപദം അനുഗ്രഹിച്ചു നൽകുകയാണ്. നിനക്ക് ജനന മരണ ദുഃഖങ്ങൾ, ജനിമൃതി ദുഃഖങ്ങൾ നിനക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ ഭഗവാനെ എങ്ങനെ പിരിയും എന്ന ആശങ്കയും വിഷമവും എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കി അവരെല്ലാം തന്നെ അവിടെ നിന്നും യാത്ര തിരിച്ചു. അവസാനം പുഷ്പക വിമാനം മാത്രം ബാക്കിയായി. പുഷ്പക വിമാനം ഭഗവാനോട് പറയുന്നു, ഞാൻ കുബേരന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം എന്നോട് ഇനിയുള്ള കാലം ശ്രീരാമചന്ദ്രനെ വഹിക്കുക എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് എനിക്കുള്ളത് എന്ന്.
അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങേ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല എന്ന് പറയുന്ന പുഷ്പക വിമാനത്തിനോട് ശ്രീരാമൻ പറയുന്നു. ഞാൻ ചിന്തിക്കുന്ന നേരത്ത് നീ വരിക. നിന്റെ ആവശ്യം എനിക്ക് എപ്പോഴുണ്ടെങ്കിലും ഞാൻ ചിന്തിക്കും. ആ സമയത്ത് നിനക്ക് വരാനായി ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നീ ചിരകാലം വാഴുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പുഷ്പക വിമാനത്തെയും യാത്രയാക്കി. ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊത്ത് സന്തോഷത്തോടെ അയോധ്യയിലെ രാജധാനിയിൽ വസിക്കുകയാണ്. വനക്രീഡയും ജലക്രീഡയും ചെയ്ത് കൊട്ടാരങ്ങളിൽ ഇങ്ങനെ വസിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസം ആ വിവരം പുറത്തു വരികയാണ്. എല്ലാവരും അറിയുകയാണ് ആ സന്തോഷ വാർത്ത. സീതാദേവി 4 മാസം ഗർഭിണിയാണ് എന്ന് പുറം ലോകം, അയോധ്യാപുരി, അയോധ്യാവാസികൾ, ജനങ്ങളെല്ലാം അറിയുകയാണ്. അവരെല്ലാം വിവരം അറിഞ്ഞപ്പോൾ അവരെല്ലാം അങ്ങേയറ്റത്തെ അതിരറ്റ സന്തോഷത്തോടുകൂടി ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ട് ആ വാർത്തയെ ആഹ്ലാദപൂർവം സ്വീകരിച്ചു. എല്ലായിടത്തും സന്തോഷവും ആനന്ദവും തിരതല്ലി. ഈ സമയത്താണ് നമ്മൾ 328ാമത് ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാം അടുത്ത 329ാമത്തെ ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.